ആ പ്രദേശവാസിയുടെ ഒരു പ്രതികരണം കൂടി കേൾക്കാം. നമ്മൾ ഈ കാണുന്നതാണ് നമ്മൾ പൊട്ടിയ സ്ഥലങ്ങൾ കാണുന്നത്. ഇത് ചൂരമല ടൗണാണ്. അത് മുണ്ടക്കായിലാണ് പൊട്ടി വന്നത്. രാത്രി ഒരു 2-2:30 മണിക്ക് സംഭവം നടന്നു. പിന്നെ ഒരു 3-3:30 മണിക്ക് വീണ്ടും രണ്ടാമത് സംഭവം നടന്നു. പിന്നെ വേറെ കരച്ചിലും പിടിച്ചിലൊക്കെ കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ലൈവായി കാണുകയാണ് വെള്ളവും മരങ്ങളൊക്കെ വരുന്നത്. പിന്നെ ടൗണിൽ ഫുള്ള് വെള്ളം കയറി മൊത്തമായിട്ട്. പാലം പോയപ്പോൾ ടൗണിലേക്ക് വെള്ളം ഒന്നായിട്ട് അടിച്ച് കയറി. പിന്നെ കടകൾ ഇതൊക്കെ നശി. ടൗണിൽ 14 കച്ചവടക്കാരെ കടകളും ഇതൊക്കെ ഉണ്ട്. മൊത്തമായിട്ട് എല്ലാം വെള്ളത്തിലാണ് ഫുള്ളായിട്ട്. 2 മണിക്ക് ഞങ്ങൾ ഒച്ച സൗണ്ട് ഭയങ്കര കേട്ടപ്പോൾ വാതിൽ തുറക്കാൻ കുട്ടികൾ ഇവരെയൊക്കെ വിളിച്ചതാണ്. വിളിച്ച് വാതിൽ തുറന്നു നോക്കുമ്പോൾ കൂട്ട കരച്ചിൽ, ചെറിയ മക്കളും വലിയൊരു ഞങ്ങളെ രക്ഷിക്കീന്നും പറഞ്ഞിട്ടാണ് കരയുന്നത്. ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര ഒച്ച സൗണ്ട്. കരണ്ടുമില്ല, വെളിച്ചൂല. ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് നോക്കുക. ഭയങ്കര സൗണ്ട് ആയിരിക്കും. ഷബീർ തുടരുന്നുണ്ട്. ഷബീർ, നമ്മൾ ഈ മുണ്ടക്കയുടെ അവസ്ഥ അങ്ങേറ്റം ദയനീയമാണെന്ന് മനസ്സിലാക്കാം. നേരത്തെ നൂറുദ്ദീൻ എന്ന അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പറയുന്നത് പോലെ അവർക്ക് ആർക്കും അങ്ങോട്ട് പോവാൻ പറ്റുന്നില്ല അല്ലെ, അവിടുത്തെ ചിത്രം ഒന്ന് വ്യക്തമാവാൻ വേണ്ടി. അതെ, രഞ്ജിത്ത് പറഞ്ഞത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം രഞ്ജിത്ത് ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ മരണസംഖ്യ ഒരു 41 പോയി എന്നുള്ള തരത്തിൽ. അതും നൂറുദ്ദീൻ പറഞ്ഞതും വെച്ച് നോക്കുമ്പോഴാണ് അതിന്റെ ഒരു വ്യാപ്തി ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതും അത് തന്നെയാണ്. ഈ മരണസംഖ്യയുടെ കണക്കുകളെല്ലാം അനൌദ്യോഗികമാണെങ്കിലും നമുക്ക് ലഭിക്കുന്നത് ഈ ചൂരൽമലയിലേതാണ്. അതായത് ഈ മുണ്ടക്കയിൽ നിന്നും മണ്ണിടിഞ്ഞിറങ്ങി വന്ന വഴികളിൽ മരിച്ചു വീണ ആളുകളും അതുപോലെ തന്നെ ഈ മണ്ണിനടിയിൽപ്പെട്ട് ചൂരൽമലയിൽ മരിച്ച ആളുകളുടെയും ഒരു കണക്കാണ്. പക്ഷെ ഇപ്പോഴും മുണ്ടക്കയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ കണക്ക് ആർക്കും ലഭിച്ചിട്ടുമില്ല, അവിടേക്ക് ആരും എത്തിയിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ മുണ്ടക്കയിലുള്ള ആളുകളെയൊക്കെ വിളിക്കുമ്പോൾ അവരുടെ ഏങ്ങലടികൾ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നതെല്ലാം പൊതുപ്രവർത്തകരെയാണ്. അവരൊക്കെ ഈ പ്രദേശത്തൊക്കെ എല്ലാ കാര്യത്തിലും സജീവമായി ഇടപെടുന്നവരാണ്. പക്ഷെ അവർ കാണുന്ന കാഴ്ച മണ്ണിനടിയിൽ മരിച്ചു കിടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മരത്തിനുള്ളിൽ കയ്യും കാലും അറ്റ് കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഒരു പ്രദേശത്ത് വീട് പൂർണ്ണമായി കാണുന്നില്ല, അവരുടെ കുടുംബാംഗങ്ങളെ കാണുന്നില്ല, മൊബൈൽ സിഗ്നൽ സംവിധാനം കൃത്യമായി ലഭിക്കുന്നില്ല, വൈദ്യുതിയില്ല, ഭക്ഷണമില്ല. അങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ അവർക്ക് പോലും ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥ. അവരൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ചോദിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് അയക്കൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കൂ എന്നാണ്. ഇതുവരെ അങ്ങോട്ട് ആർക്കും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഷബീർ, അതാണ് സൂചിപ്പിക്കുക. ഷബീർ, നമുക്ക് അതിലേക്ക് വരണം, വിശദമായി തന്നെ നമുക്കത് പരിശോധിക്കാം. അതിനു മുമ്പ്